എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മളെ തറവാട് ക്ഷേത്രത്തിലില്ല കേട്ടോ. ഇന്ന് മുച്ചിലോട്ടമ്മൻ്റെ തിരുമുടി ദിവസമാണ്. അപ്പോൾ മുച്ചിലോട്ടമ്മ കാവിലുണ്ട്. ഇത് കായകപ്പുരയാണ് ഫുഡ് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ തിരക്കെല്ലാം കഴിഞ്ഞ് ഇത്ര സമയം നല്ല തിരക്കേനു. ഇവിടുന്ന് ഇപ്പോൾ 3 ചങ്കമ്മമ്മനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരമ്മമ്മ ചോറ് കഴിക്കുന്നുണ്ട്, 2 അമ്മമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ ഏച്ചിമാരുണ്ട് നമ്മളെ വീട്ടിലും കാണുന്നത്. ഈ ഏച്ചി നമ്മളെ വീടാണ് ഞാൻ. പിന്നെ നമ്മളെ മാതൃസമിതി അംഗങ്ങളുണ്ടതാ, അവിടെ നിന്ന് ചോറ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി കേട്ടോ. ഫുഡെല്ലാം കൊടുത്ത് നല്ലോണം ക്ഷീണം പിടിച്ച് ഞാൻ കാണിച്ചു തരാം. മാതൃസമിതിനെല്ലാം കാണിച്ചു തരാം. രാവിലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് കുറേ ചടങ്ങെല്ലാം ഉണ്ടായതുകൊണ്ട് എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാ നമ്മളെ മാതൃസമിതി അംഗങ്ങൾ കുറേ ആൾക്കാർക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത കുറേ ഏച്ചിമാരാട്ടോ. ഇതാ പായസം, ഉപ്പേരി കഴിഞ്ഞു. ഇത്ര സമയം നല്ല കൊടുത്തിയാണ്. പിന്നെ അച്ചാറുണ്ട്, നാരങ്ങക്കറി കേട്ടോ. പിന്നെ ഇതാ പച്ചടി ഉണ്ട്, കൂട്ടറിയുണ്ട്, ചോറ്, പിന്നെ സാമ്പാർ, അവിയൽ, പപ്പടം. നല്ല അടിപൊളി സദ്യയാണ് നമ്മളെ മുച്ചിലോട്ടമ്മേൻ്റെ അടിപൊളി സദ്യയാണ്. ഇതാ പിന്നെ വെള്ളം കൊടുക്കുന്നാട്ടെ. അപ്പോൾ ഇത്ര സമയം നല്ല തിരക്കേനു. ഇപ്പോൾ ഏകദേശം തിരക്കെല്ലാം കുറഞ്ഞിട്ടോ. ഇനിയിപ്പോൾ രാത്രി നല്ല തിരക്കുണ്ടാവും. തമ്പുരാട്ടമ്മ കാവിലുണ്ട്. ഇവരൊന്നും തമ്പുരാട്ടമ്മനെ കണ്ടില്ല കേട്ടോ. ഫുൾ ടൈം ഭക്ഷണം വിളമ്പുന്ന തിരക്കായതുകൊണ്ട് തമ്പുരാട്ടമ്മനെ കണ്ടില്ല. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു കുഞ്ഞും ഭാവി ഇടിയുണ്ട്. നമ്മളെ അമ്മനെ കാണുന്നുണ്ടാ, തിരി വരുന്നുണ്ട്. 3 ചങ്ക അമ്മമാർ ഇതാ ചോറിക്കുന്ന അമ്മ വന്നുണ്ട്. അടിപൊളിയുണ്ടാ? അതെ, കറിയിൽ ഇഷ്ടപ്പെട്ടിനാ? പായസം നോക്കട്ടെ. ആ അമ്മമ്മേ, ഓയ് എന്നിട്ട് രസമുണ്ടാ? കഴിച്ചാ? രസമുണ്ടാ? നമ്മളെ അമ്മേൻ്റെ പ്രസാദമല്ലേ? ആ പിന്നെ ഭാഗ്യം വേണ്ടേ ഒരു അമ്മമ്മ. ഈ അമ്മമ്മക്ക് അതിൽ നടക്കാനൊന്നും കഴിയില്ല. എന്നിട്ട് ഉഷാറല്ലേ? അതല്ലേ, പായസം നിന്റെ രസമുണ്ടാ? ആ ഇതാ 3 അമ്മമാർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അതെ അല്ലേ, സുഹൃത്തുക്കളാ? ഓ ഇത് ഏച്ചിയാ? ആ അമ്മമ്മേൻ്റെ മൂത്ത ഏച്ചിയ പോലും ഇത്. എല്ലാവരും സുഹൃത്തുക്കളാവുമല്ലോ കേട്ടോ. എനിക്ക് ഇവരൊന്നും അറിയില്ല, ഇവിടുന്നിപ്പം കിട്ടിയതാണ്. ഞാൻ നേരത്തെ ഫുഡെല്ലാം കഴിച്ചോട്ടാ. ഇത് നമ്മളെ കാർണോറാട്ടോ. ഇവിടുത്തെ മുച്ചിലോട്ട കാവിൻ്റെ കാർണോറാണ്. കാർണോറ ഭാര്യ സാമ്യാണ്. ഓരോ നമ്മളെ വീടെല്ലാം കാണുന്ന കേട്ടോ. ആ ഇതെല്ലാം നമ്മളെ വീട് കാണുന്ന ഏച്ചിമാരാണ്. ഏച്ചിയാട്ടെ ഞാൻ തമ്പുരാട്ടമ്മനെ കാണിച്ചു തരാം. രാവിലെ തൊട്ട് ഭയങ്കര തിരക്കാന്ന്. ഞാനിപ്പോൾ 4 ദിവസം ഇവിടെ തന്നെ ആയി കേട്ടോ. രാവിലെ തിരക്കും കാര്യങ്ങളാണ്, അതുകൊണ്ട് വീഡിയോ നടക്കാൻ പറ്റിയില്ല. ഇതാ നമ്മളെ മുച്ചിലോട്ടാവട്ടോ. ഇത് നമ്മളെ ഇവിടുത്തെ അന്തിത്തിരാടിൻ്റെ ഭാര്യയാണ് കേട്ടോ. ഇതാ ഇവിടുത്തെ അന്തിത്തിരാടിൻ്റെ മോള്. ഇവരിൽ നമ്മളെ വീഡിയോ കാണുന്നതാണ് കേട്ടോ. ഇതാ നമ്മളൊരു ചേച്ചി. ഈ ചേച്ചി നമ്മളെ വീഡിയോ കാണുന്ന കേട്ടോ. നമ്മളെ കാവ്. ഇതാ തമ്പുരാട്ടി അമ്മ നടന്ന് കുറി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന ചേച്ചിമാരാട്ടോ. ചേച്ചിമാരാട്ടന്മാർ സാമിയാന്ന് 15-ാം തീയതി മലക്കുവാൻ ഞാൻ. അപ്പം എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. മുച്ചിലോട്ടമ്മൻ്റെ അനുഗ്രഹം ആവാൻ വേണ്ടിയിട്ട് ഇതെവിടെയെല്ലാം ക്യൂ നിന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം തിരക്ക് കുറവാണ്. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. ഇത് നമ്മളെ ഒരാട്ടെ മാലൂരാണ് കേട്ടോ. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസമായി വന്നിട്ട് ഇവിടെ കുറേ സഹായങ്ങളും ചെയ്തതാണ്. ഇവിടുത്തെ അവകാശികളാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി കുളിയെല്ലാം കഴിഞ്ഞ് പോകാൻ നോക്കുന്നത്. ഇതെല്ലാം നമ്മളെ ആട്ടന്മാരാണ്. ഇത് ഒരാട്ടാണെന്ന് കുളത്തുനിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെറിയ പണിയെല്ലാം ഉണ്ട്. ഞാൻ ഞായറാഴ്ച ഇങ്ങോട്ട് വന്നേ കേട്ടോ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 4 ദിവസമായി. ഇനി നാളെ ഒരു ചെറിയൊരു ചടങ്ങും കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വരുമല്ലോ കേട്ടോ. നമ്മളെ ചങ്കമ്മക്ക് പായസമെല്ലാം കൊണ്ടു കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് കുറച്ച് ലോങ്ങാണ്, 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് പിന്നെ പോകുന്നില്ല. ഇവിടുന്നുള്ള കുറേ പണിയെല്ലാം ഉണ്ട്. നമ്മളെ ചങ്ങായിമാരെല്ലാം കാണിച്ചതാണ്. ഇത് നമ്മളൊരു ഏട്ടനാട്ടോ, കുറ്റാട്ടറ വീട്. ഇത് നമ്മളെ 2 ചങ്ങായിമാർ. ഇവരെല്ലാം പണിയെടുത്ത് ക്ഷീണിച്ചിട്ടില്ല കേട്ടോ. ഇത് നമ്മളെ കാവിൻ്റെ ഖജാൻജി കേട്ടോ. ഞാൻ ഓഫീസ് കാണിച്ചു തരാം. എല്ലാവരും ഓരോരോ വഴിക്കയില്ലേ, എല്ലാവരും തിരക്കിലാണ്.
വേണ്ട കേട്ടാ എന്നിട്ട് കളിയാട്ടം ഭംഗിയായില്ലേ? കുറച്ച് സമയം കൂടെ ഉള്ളേ, കുറച്ച് സമയം കൂടെ ആയാൽ നമ്മളെ കളിയാട്ടം ഭംഗിയായി പൂർത്തിയാവും കേട്ടോ. നേർച്ച വന്ന അരിയാണ്ട, നമ്മളെ തമ്പുരാട്ടി നമുക്ക് നേർച്ച വന്ന അരിയാണിത്. ഇതെല്ലാം ഉണ്ട് കേട്ടോ, അരി നേർച്ച വന്നേ. ഇത് നമ്മളെ നാട്ടിൽ തന്നെയല്ലേ സുരേഷ് ആട്ടം കേട്ടോ. ഫുൾ ടൈം 4 ദിവസമായി ഫുൾ ടൈം ആക്റ്റീവായിട്ട് പണിയെടുത്താണ്. നാട്ടിൽ പോകണ്ട, നാളെ ഉള്ളൂ. നാളെയും ചെറിയ ചടങ്ങും പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകുമല്ലോ കേട്ടോ. ഇത് നമ്മളെ ഭക്ഷണശാല, കായകപ്പുര എന്ന് പറയും ഭക്ഷണശാല. നല്ല ആൾക്കാരിലും വരും കേട്ടോ. കൂട്ടറിലുണ്ടോ? കൂട്ടറിലുണ്ട്. പിന്നെ അവിയലുണ്ടോ? പിന്നെ പായസം, അമ്മേൻ്റെ കായക്കഞ്ഞി പായസം എന്താ. പിന്നെ ഇവിടെ ചോറെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ഒരു 10-11 മണി വരെ തമ്പുരാട്ടി ഉണ്ടാവും കേട്ടോ. അതുവരെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറും കറിയും എല്ലാം ഉണ്ട്. ഇതാ നമ്മളെ അഭിയാട്ടം, മാലൂരിലെ അഭിയാട്ടം ഇതാ പപ്പടം കാച്ചുന്നുണ്ട് കേട്ടോ. അഭിയാട്ടാ പപ്പടം ഫുൾ ടൈം കൊടുക്കാനുണ്ടാ? ഫുൾ ടൈം രാത്രി 10 മണി വരെ കൊടുക്കാനുണ്ട് കേട്ടോ. 12:30 ആകുമ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതാണ്, ഇതുവരെ നിർത്തിയിട്ടില്ല. രാത്രി 10, 11 മണി, 12 മണി വരെ നമ്മൾ ഫുഡ് കൊടുക്കും. അത്രയോ ഫുഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എത്രയോ ജനങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി. ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട്. വൈകുന്നേരം നല്ല തിരക്കുണ്ടാവും. അതിൻ്റെ പണികളും കഴിഞ്ഞിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഇന്നൊന്നും ലീവില്ലാത്ത ദിവസമല്ലേ, പിന്നെ ഇലക്ഷനും തിരക്കിലായതുകൊണ്ട് ഇനി കുറേ ആൾക്കാർ വരാനുണ്ട്. ഇനി രാവിലെ വന്നാലും ഇനി വൈകുന്നേരം വരും കേട്ടോ. നമ്മൾ ഏച്ചുമാറിൽ ഇതാ ക്ഷീണം പിടിച്ചിട്ട് ഇടാം. ഇതാ നമ്മൾ ഏച്ചുമാറിൽ ഫുഡ് കൊടുത്ത് ക്ഷീണം പിടിച്ചിട്ടുണ്ട് ഉണ്ടാ. ഇവർക്ക് ഒറ്റൊരു ആഗ്രഹം വീഡിയോ എടുക്കണം എന്ന്. ഞാൻ പറഞ്ഞ മൂടില്ല. പെട്ടെന്ന് ചങ്കമ്മമ്മനെ കണ്ടുകൊണ്ട് മൂടായി. അപ്പോൾ വീഡിയോ എടുത്തു. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ? അടിപൊളി. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും കണ്ടില്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും എല്ലാവരും കണ്ടു. എന്തുണ്ട്? താറ്റ പറയാ. നേരത്തെ കുറേ ഏച്ചുമാർ വീട്ടിലേക്ക് പോയിന് കേട്ടോ. അപ്പോൾ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് അവർ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആദ്യം എടുക്കുന്നത് കേട്ടോ. നേരത്തെ ഏച്ചുമാരിലും പോയി, അവരിപ്പോൾ കാവിലേക്ക് പോയിട്ടുണ്ട് തമ്പുരാട്ടിനെ കാണാൻ വേണ്ടിയിട്ട്. ഇവരിലിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഉഷാറായിട്ട് വന്നു കേട്ടോ. ഡ്രസ്സെല്ലാം മാറി, എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡേനു സാരി. അപ്പോൾ ഇവരിപ്പം വീട്ടിലെല്ലാം പോയിട്ട് ഇപ്പം വന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം കാണിച്ചിനെ ഇതാ എല്ലാം ഏച്ചുമാർ. അപ്പോൾ നമ്മളിതാ ഒരാട്ടിനിതാ പവിയാട്ടെ, നമ്മൾ വേറൊരു ആട്ടിനിതാ. നമ്മളൊരു ഫാമിലി ഒരു ഏച്ചി ഉണ്ട് കേട്ടോ. നമ്മളെ ചങ്കമ്മേൻ്റെ ഏട്ടൻ്റെ മോളുണ്ട് ഇതാ നമ്പർത്താട്ടാ. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏച്ചി ഇപ്പം വന്നപ്പാടാണ്. ഇത് നമ്മളെ ചങ്ങായിൻ്റെ ഒരു അമ്മയുണ്ട് ഇതാ ചോറ് വാങ്ങുന്ന. ഇത് നമ്മളൊരു ഏട്ടൻ്റെ ഭാര്യ കേട്ടോ. ഇവരിലിപ്പം വന്നിയാ. എന്നിട്ട് കുറിയെല്ലാം വാങ്ങിയില്ലേ? അടിപൊളിയല്ലേ? എന്നാ ഫുഡ് കഴിക്ക്. നമ്മളൊരു പവിയാട്ടനാട്ടാ. നമ്മൾ വേറൊരു ആട്ടെ ഫുള്ള് തളർന്ന് വേർത്ത് കുളിച്ചാട്ടെ. രാവിലെ പണിയെടുക്കുന്നതാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായിട്ടാ. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറൊരു ആട്ടനാട്ടാ. ഇങ്ങനെ കുറേ ആട്ടന്മാർ ഏച്ചുമാരിലുണ്ട്. കുറേ ആൾക്കാർ പോയി, രാവിലെ പണിയിലെടുത്തിട്ട് കുറേ ആൾക്കാർ പോയി കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഓരോരോ ആട്ടന്മാർ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ. വേറൊരു ആട്ടെ, ഇത് വേറൊരു ആട്ടെ, വിശ്വാട്ടെ, ഇത് വേറൊരു ആട്ടെ. അല്ല അനക്കത്ര വയസ്സായി? അനക്കത്ര വയസ്സുണ്ട് ഏട്ടനാ? 40 വയസ്സായിട്ടുണ്ട്. 40 വയസ്സുണ്ട് കേട്ടോ. നമ്മൾ ഏച്ചുമാരിലും ചോറ് കൊടുക്കുന്ന തിരക്കിലാണ്. ഇതാ ചോറ് കറിയെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.